ഇനി കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അവിടെ പി വി കുട്ടനുണ്ട്. പി വി കുട്ടൻ, കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം ജില്ലയുടെ ഇപ്പോഴത്തെ വിവരങ്ങൾ. ഇഞ്ചോടിഞ്ച് മത്സരത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ ശക്തമായ മത്സരം നടന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്. ഇവിടെ LDF നിലവിൽ 30 സീറ്റാണ് വിജയിച്ചിരിക്കുന്നത്. UDF 27 സീറ്റിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. NDA 13 സീറ്റിലാണ് വിജയിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇനിയിപ്പോൾ ഇപ്പോൾ ഈ 70 വാർഡുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 6 വാർഡുകളുടെ റിസൾട്ടുകൾ വരാനുണ്ട്. 6 ഡിവിഷനുകളുടെ റിസൾട്ടുകൾ വരാനുണ്ട്. ചേവരമ്പലം, നെല്ലിക്കോട്, കോവൂർ, കുണ്ടിൽത്തോട്, മെഡിക്കൽ കോളേജ്, ചേവായൂർ, ഇതിൽ ഭൂരിഭാഗവും LDFന് CPIMന് മേധാവിത്വമുള്ള വാർഡുകളാണ്. ഇതിൻ്റെ ഒരു റിസൾട്ട് കൂടി വന്നാൽ മാത്രമാണ് ഇവിടുത്തെ കോഴിക്കോട് കോർപ്പറേഷന്റെ ചിത്രം വ്യക്തമാകുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ നഗരസഭകളെ അപേക്ഷിച്ച് LDF ആണ് കോഴിക്കോട് ജില്ലയിൽ ലീഡ് ചെയ്യുന്നത് അല്ലേ? 4 UDFും അല്ലേ? നഗരസഭയിൽ ലീഡ് അത്തരത്തിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ നല്ല മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. 7 നഗരസഭകളിൽ 4 ഇടങ്ങളിൽ കൊടുവള്ളി, രാമനാട്ടുകര, പയ്യോളി, ഫറോക്ക് എന്നിവിടങ്ങളിൽ UDFും, വടകര, കൊയിലാണ്ടി, മുക്കം എന്നിവിടങ്ങളിൽ LDF ആണ്. ഈ നഗരസഭകൾ LDF നിലനിർത്തി എന്നുള്ളത് LDFിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾക്കകത്തും LDFന് വലിയ ഭൂരിപക്ഷമുണ്ട്. 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ LDF, 4 UDF. പഞ്ചായത്തിനകത്തും ഏതാണ്ട് തുല്യമായ രീതിയിൽ മുന്നോട്ട് പോകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് LDF പിടിച്ചെടുത്ത വാർഡുകൾ എന്നുള്ളതാണ്. അത് കാരശ്ശേരി, അതോടൊപ്പം തന്നെ വാണിമേൽ ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ്. നാദാപുരം മേഖലയിലെ വാണിമേൽ LDF പിടിച്ചെടുത്തു. അത്തോളി ഗ്രാമപഞ്ചായത്ത് LDF പിടിച്ചെടുത്തിട്ടുണ്ട്. അഴിയൂർ പഞ്ചായത്തിൻ്റെ പ്രത്യേകത ഉഞ്ചിയ മേഖലയിലെ RMP UDF സഖ്യമുള്ള ഒരു കേന്ദ്രമാണ്. കഴിഞ്ഞ കുറേ നാളുകളെ നമുക്കറിയാവുന്നതുപോലെ RMPയും UDFും ഒന്നിച്ചാണ് അവിടുത്തെയുള്ള പഞ്ചായത്തുകളൊക്കെ മത്സരിക്കുന്നത്. ഈ അഴിയൂർ പഞ്ചായത്ത് RMP UDF സഖ്യത്തിൽ നിന്നും LDF പിടിച്ചെടുത്തു എന്നുള്ളത് ഒരു കോഴിക്കോടിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും വലിയ തുല്യമായ രീതിയിലാണ് ഇപ്പോൾ മത്സരം മുന്നോട്ട് പോകുന്നത്. 14 എന്ന രീതിയിലാണ്. ആരാണ് ഇവിടെ വിധി നിർണ്ണയിക്കുക, ആരാണ് വിജയിക്കുക എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ജിംഷാദ്, എന്തായാലും കടുത്ത മത്സരമാണ് കോഴിക്കോട് നടന്നത്. അവിചാരിതമായ പല തോൽവികളും ഇവിടെ കാണേണ്ടി വന്നിട്ടുണ്ട്. ജിംഷാദ്.